ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ അടുത്ത പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രീം ലൈൻ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ ആണ് നമ്മുടെ ആദ്യത്തെ പാർട്ട്. അതിനുശേഷം നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങും. അപ്പോൾ അത് ആദ്യം നമ്മുടെ പാർട്ട് എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ, എന്താണ് ടർബുലൻറ്റ് ഫ്ലോ, അത് മനസ്സിലാവലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ പഠിക്കലാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. നോക്കൂ, സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്ക്. വെൻ എ ലിക്വിഡ് ഫ്ലോസ് സച്ച് ദാറ്റ് ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ ലിക്വിഡ് പാസിംഗ് എ ഗിവൺ പോയിന്റ് മൂവ്സ് അലോങ് ദ സെയിം പാത്ത് ആൻഡ് ഹാസ് ദ സെയിം വെലോസിറ്റി ആസ് ഇറ്റ്സ് പ്രെഡിസിസർ, ദ ഫ്ലോ ഈസ് കോൾഡ് സ്ട്രീം ലൈൻ ഫ്ലോ ഓർ സ്റ്റഡി ഫ്ലോ. പേടിക്കേണ്ട വളരെ സിമ്പിൾ കാര്യമാണ് കേട്ടോ, വളരെ സിമ്പിൾ കാര്യമാണ്. ആ സെൻറ്റൻസിനെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളിവിടെ നോക്കൂ, ഇതൊരു സ്ട്രീം ലൈൻ ഫ്ലോക്ക് ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. പറയാം. അപ്പോൾ ഈ ലൈൻ നോക്കുക കേട്ടോ, ഈ ലൈൻ ഇതാണ്. ഈ ലൈന് ഈ ലൈൻ, ഈ കർവ്ഡ് ലൈന്, ഇതാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതിൽ 3 പോയിന്റുകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് എ, ദെൻ ഇവിടെ ഒരു ബി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈനിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എ എന്ന പോയിന്റിനെ ലിക്വിഡ് പാസ് ചെയ്യുമ്പോൾ ആ ലിക്വിഡിൻ്റെ അവിടുത്തെ എയിലെ പാസ് ചെയ്യുന്ന സമയത്തെ വെലോസിറ്റിയാണ് ഇവിടെ വി എ എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ടാൻജൻഷ്യലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? അലോങ് ദ ടാൻജൻ്റ് ആണ് അതുണ്ടാവുക. ഓക്കെ. എന്നിട്ട് ആ ലിക്വിഡ് ഇങ്ങനെ ആ ലിക്വിഡ് പാർട്ടിക്കിൾ വന്നിട്ട് ബി എന്ന പോയിന്റ് എത്തി. ബി എന്ന പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വേറെ വി ബി ആണ്. ദെൻ സിയിലെത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി വി സി ആണ്. ഇനി എപ്പോഴാണ് ഇതിന് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാമെന്നറിയോ? എ എന്ന പോയിന്റ് ആ ലിക്വിഡിൻ്റെ ഏത് പാർട്ടിക്കിൾ പാസ് ചെയ്യുകയാണെങ്കിലും ആ പാർട്ടിക്കിളിനൊക്കെ വെലോസിറ്റി എന്തായിരിക്കണം? വി ആയിരിക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്ന് വെച്ചാൽ ലിക്വിഡ് പാർട്ടിക്കിൾസിന് ത്രൂ ഔട്ട് ഒരേ വെലോസിറ്റി ആവണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. പകരം ഒരു പർട്ടിക്കുലർ പോയിന്റ് പാസ് ചെയ്യുമ്പോൾ എന്താണോ വെലോസിറ്റി ഉള്ളത് അത് തന്നെ ആയിരിക്കും അതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്ന ആൾക്കും ആ പോയിന്റിൽ എത്തുമ്പോൾ അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും എന്നർത്ഥം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കനാലിലൂടെയൊക്കെ തോട്ടിലൂടെയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ വളരെ അഗ്രസീവായിട്ട് വെള്ളമൊക്കെ പോണ സമയത്ത് പലപ്പോഴും തോട്ടിൻ്റെ വക്കത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ കാണാം ചില പിന്നെ വെള്ളത്തുള്ളികൾ ഇങ്ങോട്ട് തെറിച്ച് നമ്മളെ മുഖത്തേക്കൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ എത്തുന്ന വെള്ളത്തുള്ളി ഇങ്ങനെ മുഖത്തേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അത് സ്ട്രീം ലൈൻ അല്ല. സ്ട്രീം ലൈൻ ആണെങ്കിൽ എന്തായിരിക്കണം? ആ പോയിന്റിൽ എത്തുമ്പോൾ മീൻസ് ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആരാണോ ആ പോയിന്റിൽ എത്തുന്നത് അവർക്കൊക്കെ ഈ വെലോസിറ്റി ആയിരിക്കണം എന്നർത്ഥം. മനസ്സിലായോ? ഇനി ഒരിക്കൽ കൂടെ നമുക്ക് ആ ഡെഫിനിഷനിലൂടെ ഒന്ന് പാസ് ചെയ്യാം. എന്താ ഡെഫിനിഷൻ? വെൻ ലിക്വിഡ് ഫ്ലോസ്, നോക്കൂ, വെൻ ലിക്വിഡ് ഫ്ലോസ് സച്ച് ദാറ്റ് ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ ലിക്വിഡ്, മനസ്സിലായി, പാസിങ് എ ഗിവൺ പോയിന്റ്. അപ്പോൾ എ എന്ന പോയിന്റിനെ നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക. മൂവ്സ് അലോങ് ദ സെയിം പാത്ത് ആൻഡ് ഹാസ് ദ സെയിം വെലോസിറ്റി ആസ് ഇറ്റ്സ് പ്രെഡിസിസർ. തൊട്ട് മുമ്പിൽ പോയ ആൾക്ക് എന്താണോ എ പാസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വെലോസിറ്റി അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും ബാക്കിൽ വരുന്ന ആൾക്ക് ഉണ്ടാവുക. എ പാസ് ചെയ്യുന്ന ആൾ ആരാണെങ്കിലും ശരി അയാളൊക്കെ വെലോസിറ്റി എന്തായിരിക്കണം? ഈ വെക്റ്റർ വി ആയിരിക്കണം. അതിന് ഡിഫറൻറ്റ് ഡിറക്ഷനിൽ അവിടെ വെലോസിറ്റി വരാൻ പാടില്ല. ദെൻ ദ ഫ്ലോ ഈസ് കോൾഡ് സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് സ്റ്റഡി ഫ്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഡെഫിനിഷൻ പഠിക്കുക എന്നുള്ളതിലുപരി നിങ്ങൾക്ക് ഈ കാര്യം എന്താണെന്ന് മനസ്സിലായി എന്നുള്ളത് നിങ്ങളെല്ലാവരും ഉറപ്പിക്കുക. ചില ആളുകൾ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർ മനസ്സിലാക്കി വെക്കൽ എന്തായിരുന്നു അറിയും? വി എ ഈക്വൽ ടു വി ബി ഈക്വൽ ടു വി സി എന്ന്. അല്ല, അതല്ല സ്ട്രീം ലൈൻ. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് പാസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഏത് പാർട്ടിക്കിൾ പാസ് ചെയ്യുകയാണെങ്കിലും ആ പാർട്ടിക്കിളിന് വെലോസിറ്റി സെയിം ആയിരിക്കണം എന്നാണ്. നോക്കൂ, താഴെ കൊടുത്ത് the particle velocity at a particular point remains constant with time. കേട്ടോ, പോയിന്റ് അതാണ്. The particle velocity at a particular point remains constant with time, പക്ഷേ velocities at different points may or may not be the same. അതാണ് എന്താ, എയിലും ബിയിലും സിയിലും വെലോസിറ്റി സെയിം ആവണമെന്ന് ഒരു നിർബന്ധമില്ല. സെയിം ആയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ട്രീം ലൈൻ ഫ്ലോ ആവാൻ വേണ്ട കണ്ടീഷനിൽ അത് പെടില്ല. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ ആര് വരികയാണെങ്കിലും ആ പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സെയിം ആവുക എന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ.
അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ നമുക്ക് ഒരുപാട് സ്ട്രീം ലൈൻസ് ഇതുപോലെ ഇങ്ങനെ കൂടിച്ചേർന്നാൽ അതൊരു ട്യൂബ് പോലെ ഇങ്ങോട്ടാവും കേട്ടോ, ഒരുപാട് ട്യൂബ് പോലെ. അതിനെ വിളിക്കുന്ന പേരാണ് ട്യൂബ് ഓഫ് ഫ്ലോ. അതൊക്കെ ഓരോ സ്ട്രീം ലൈൻസ് ആണ്. നമ്മളിവിടെ ലിക്വിഡിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ലിക്വിഡ് മാത്രമല്ല, ഗ്യാസിന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ സൗകര്യം ലിക്വിഡ് ആണെങ്കിലും അതൊക്കെ ഫ്ലൂയിഡിന് ബാധകമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രീം ലൈൻസ് കൂടി ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്യൂബ് ഓഫ് ഫ്ലോ. ഓക്കെ, ഇനി നോക്ക്, എ ബണ്ടിൽ ഓഫ് സ്ട്രീം ലൈൻസ് ഫോമിംഗ് ട്യൂബുലാർ റീജിയൻ ഈസ് കോൾഡ് ട്യൂബ് ഓഫ് ഫ്ലോ. അടുത്ത് നോക്കൂ, സ്ട്രീം ലൈൻ ഫ്ലോ ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദ ലിക്വിഡ് വെലോസിറ്റി ഡസ് നോട്ട് എക്സീഡ് എ ലിമിറ്റിംഗ് വാല്യൂ കോൾഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഫ്ലോ ആണ് അല്ലേ. അതിൻ്റെ ഡെഫിനിഷനിൽ ആ പോയിന്റിലെത്തുമ്പോൾ എല്ലാവർക്കും ഒരേ വെലോസിറ്റി, അവിടെ ആര് പാസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വെലോസിറ്റി സെയിം ആവുക, അങ്ങനെ വളരെ ഒരു വെൽ ഡിസിപ്ലിൻഡ് ഫ്ലോ ആണ് ആക്ച്വലി എന്ത് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഓവർ സ്പീഡിൽ നല്ല റോഡിലൂടെ ഒക്കെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലേ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന ആളുകൾക്ക് സ്പീഡ് കുറവായിരിക്കും. ഒരു പരിധി വിട്ട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാതാവും. ഇല്ല, ചില ബൈക്കാരൊക്കെ കണ്ടില്ലേ നിങ്ങൾ, പിടുത്തം വിട്ട് പോവുക, ഭയങ്കര സ്പീഡ്, പെട്ടെന്ന് എങ്ങാനും മുമ്പിലുള്ള ബസ്സൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കടന്ന് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരുടെ കാലിൻ്റെ ഇടയിൽ അപ്പോൾ ബൈക്ക് കൊള്ളാത്തൊരവസ്ഥ, ആകപ്പാട് അല്ലേ, വല്ലാത്തൊരവസ്ഥയിൽ ചിലർക്കൊക്കെ അനുഭവം ഉണ്ടാവും ഞാൻ ആ പറഞ്ഞ കാര്യം. അപ്പോൾ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ പോസിബിൾ ആവുന്നത് ഒരു മാക്സിമം സ്പീഡുണ്ട്. ആ മാക്സിമം സ്പീഡിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഡിസിപ്ലിൻഡ് ഫ്ലോ സ്ട്രീം ലൈൻ ഫ്ലോ കീപ്പ് ചെയ്യാൻ കഴിയില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലിക്വിഡ് ഫ്ലോ ടെർബുലൻ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് സത്യം. ആ വെലോസിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. യെസ്, നമ്മുടെ അടുത്ത ഫ്ലോ ആണെന്ത്, ടെർബുലൻ്റ് ഫ്ലോ അല്ലേ, ടെർബുലൻ്റ് ഫ്ലോ. ആ ടെർബുലൻസ് എന്നുണ്ട് ആ വേർഡ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അല്ലേ, ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു വേർഡാണ് ടെർബുലൻ്റ്. ഇന്ന് കടൽ നല്ല ടെർബുലൻ്റ് ആണെന്നൊക്കെ പറയും, ഭയങ്കര അഗ്രസീവായിട്ട് വെള്ളം നന്നായിട്ട് ഭയങ്കര ഓളങ്ങളൊക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ടെർബുലൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. ആ ക്രിട്ടിക്കൽ വെലോസിറ്റിൻ്റെ താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താൻ കഴിയുള്ളൂ, സ്ട്രീം ലൈൻ ഫ്ലോ ആകാൻ പറ്റുള്ളൂ, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തിലേക്ക് പോകും, ടെർബുലൻ്റ് ഫ്ലോ ആയിട്ട് മാറും. വെൻ ദ ലിക്വിഡ് വെലോസിറ്റി എക്സീഡ്സ് എ സെർട്ടൺ ലിമിറ്റിംഗ് വാല്യൂ കോൾഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി ദ ലിക്വിഡ് ഫ്ലോ ബിക്കംസ് സിഗ്സാഗ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് പാസ് ചെയ്യുമ്പോൾ എല്ലാ പാർട്ടിക്കിൾ മീൻസ് എല്ലാ ലിക്വിഡ് പാർട്ടിക്കിളും ഒരു പർട്ടിക്കുലർ പോയിന്റ് പാസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ വെലോസിറ്റി ആവണമെന്നില്ല. The path and velocity of the liquid particle changes continuously. This flow is called a turbulent flow. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ തോട്ടിലൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴുകി പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ അതിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു തുള്ളി നമ്മൾ എടുത്തിങ്ങനെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തെറിക്കണില്ല. അതിൻ്റെ കാരണം എന്താ, അത് ടെർബുലൻ്റ് ആണ്, അത്ര സ്ട്രീം ലൈൻ ആയിട്ട് പോകുന്നില്ല, ആ സമയത്ത് ടെർബുലൻ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, അത് നോക്കൂ, എ ജെറ്റ് ഓഫ് എയർ സ്ട്രൈക്കിംഗ് എ ഫ്ലാറ്റ് പ്ലേറ്റ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് കോസസ് എ ടെർബുലൻ്റ് ഫ്ലോ. അപ്പോൾ ഇത് ഡയഗ്രം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് വേറെ എന്തോ ഒരു ഫ്ലവറും നല്ലത് ഇതെന്താ സാധനം മനസ്സിലാകും. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കും, ഇപ്പോൾ ഇവിടെ ഒരു ഫാന്, നമ്മളൊരു പെഡസ്ട്രിയൽ ഫാനാണെന്ന് വിചാരിച്ചു. ആ ഒരു പെഡസ്ട്രിയൽ ഫാന് ഇവിടെ തിരിഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹൈ സ്പീഡിൽ തിരിയുന്നുണ്ട്, ഇങ്ങോട്ടാണ് എയർ വരുന്നത്. ആ എയർ വരുന്നതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തത്, അത് എയർ കറണ്ടാണ് ഈ വരുന്നത് കേട്ടോ. ഇതിങ്ങനെ കാറ്റ് വളരെ ഡിസിപ്ലിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ആ സമയത്ത് ആ വരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ നോട്ട്ബുക്കോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു, നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കും, ഇപ്പോൾ ഇവിടുന്നാണ് ഇതവിടെ ശ്രദ്ധിക്കട്ടോ, ഇവിടുന്ന് എയർ വരുന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് വരികയാണ്, അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, ആ ബ്ലോക്ക് ചെയ്ത ഭാഗത്താണ്ട് ഇടിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ തിരിഞ്ഞിങ്ങനെ വരില്ലേ, അതാണ് ഈ സംഭവം. നോക്കൂ, ഇവിടെ ബ്ലോക്കാകുന്ന സമയത്ത് ഇവരിങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വരിക കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്ട്രീം ലൈൻ ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ അത് എന്തായി മാറി, അത് ടെർബുലൻ്റ് ആയിട്ട് മാറി. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞെന്നുള്ളൂ, ടെർബുലൻസിന് ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. അപ്പോൾ സ്ട്രീം ലൈൻ ടെർബുലൻ്റ് ബേസിക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം നമുക്ക്. സ്ട്രീം ലൈനിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കൂ. സ്ട്രീം ലൈൻ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇതുപോലെ ഇവിടെയുള്ള ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ലിക്വിഡിൻ്റെ വെലോസിറ്റി ഇവിടുത്തെ ടാൻജൻ്റ് ആണെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്ത് അത് ഇവിടുത്തെ ടാൻജൻ്റ് ആവും. ഈ പോയിന്റിനെ ഞാൻ പി എന്ന് വിളിക്കുകയാണ്, ഈ പോയിന്റിനെ ക്യൂ എന്ന് വിളിക്കുകയാണ്,
അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി വി പി ആണ്, ഇവിടുത്തെ വെലോസിറ്റി വി ക്യു ആണ്. അപ്പോൾ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവിടുത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ തൊട്ട് ബാക്കത്തെ ആളാണ് പിന്നെ ഇവിടെ എത്തേണ്ടത്. അയാൾ ഇവിടെ എത്തുമ്പോഴും അയാളുടെ വെലോസിറ്റി ഇതേ വെലോസിറ്റി ആയിരിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെയ്തൊരു പോയിന്റ് കണ്ടോ നിങ്ങൾ, സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ലിക്വിഡ് വെലോസിറ്റി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുക. നോക്കൂ, ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ സ്ട്രീം ലൈൻ ഗിവ്സ് ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലായി, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇൻ എ സ്റ്റഡി ഫ്ലോ ടു സ്ട്രീം ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. രണ്ട് സ്ട്രീം ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ടു സ്ട്രീം ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. രണ്ട് സ്ട്രീം ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. എന്താ കാരണം എന്നറിയുമോ? പറയാം. അപ്പോൾ നോക്കൂ, ഇതൊരു സ്ട്രീം ലൈനാണ്. മറ്റൊരു സ്ട്രീം ലൈനെ നോക്കൂ, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ എന്ന പോയിന്റിൽ ഈ സെക്കൻഡ് വരച്ച സ്ട്രീം ലൈനിനെ ബേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിറക്ഷൻ ഇങ്ങോട്ടല്ലേ വരിക. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങൾക്ക് രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ കഴിയും. ഈ ടാൻജൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലിക്വിഡ് ഫ്ലോൻ്റെ ഡിറക്ഷനാണ്. അപ്പോൾ ഒരു പോയിന്റിൽ രണ്ട് ഡിറക്ഷൻ എന്ന സംഭവം ഒരിക്കലും എന്തല്ല, പോസിബിൾ അല്ല. മനസ്സിലായോ? അപ്പോൾ ടു സ്ട്രീം ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. എന്താ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത്? If they do so, the fluid particle at the point of intersection will have two different directions of flow. This will destroy the steady nature of. അങ്ങനെ വന്ന ഒരു പോയിന്റിൽ തന്നെ രണ്ട് വെലോസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി തെറിച്ച് പോവുകയാണെങ്കിൽ പിന്നെ അതിനെ സ്ട്രീം ലൈൻ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഓട്ടോമാറ്റിക്കലി എന്താവും, അത് ടർബുലൻ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ സ്ട്രീം ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇനി നമ്മൾ വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സ്ട്രീം ലൈൻസ് പാസിംഗ് നോർമലി through a section of the fluid, larger is the fluid velocity at that section. ഇപ്പോൾ സ്ട്രീം ലൈൻസ് ഇങ്ങനെ അടുത്തടുത്ത് നമ്മൾ വരക്കുന്നപ്പോഴാണ്. അപ്പോൾ നോക്കുക, ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നോക്കൂ, കുറച്ച് അടുപ്പം കൂടിയാണ്, ഇവിടെ അകലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അടുത്തടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഫ്ലൂയിഡ് വെലോസിറ്റി വളരെ കൂടുതലാണ്, ലാർജർ വെലോസിറ്റി ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ഈ ഡയഗ്രം നോക്കൂ നിങ്ങൾ. ഇവിടെ നേരത്തെ നമ്മൾ ട്യൂബ് ഓഫ് ഫ്ലോ സംസാരിച്ചില്ലേ, ഇവിടുത്തെ കേസ് നോക്കൂ, ഈ ഭാഗത്ത് നോക്കൂ, പിന്നെ സ്ട്രീം ലൈൻസ് തമ്മിൽ ഗ്യാപ്പ് കൂടുതലാണ്, ഇവിടെ കുറേ അടുത്തടുത്താണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ലിക്വിഡിൻ്റെ ഫ്ലോ മീൻസ് വെലോസിറ്റി കൂടുതലും, ഈ ഭാഗത്ത് വെലോസിറ്റി കുറവുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. എന്താ ലാസ്റ്റ് പോയിന്റ്, ഫ്ലൂയിഡ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ പറഞ്ഞ കാര്യമാണിത്. ഫ്ലൂയിഡ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് സ്ട്രീം ലൈൻ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫ്ലൂയിഡ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് ഇറ്റ് മേ ബി ഡിഫറൻറ്റ് അറ്റ് ഡിഫറൻറ്റ് പോയിന്റ്സ് ഓൺ ദ സെയിം സ്ട്രീം ലൈൻ. അപ്പോൾ പി എന്ന പോയിന്റിൽ എപ്പോഴും വെലോസിറ്റി എന്താ, സെയിം ആണ്. എന്നാൽ പിയിലും ക്യൂവിലും വെലോസിറ്റി എന്താവണമെന്നില്ല, സെയിം ആവണമെന്നില്ല. അത് സെയിം ആവാം, ഡിഫറൻ്റ് ആവാം, അതിൽ നമുക്ക് കണ്ടീഷൻ ഇല്ല. പക്ഷേ പി എന്ന പോയിന്റിൽ എപ്പോഴും വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, ക്യൂ എന്ന പോയിന്റിൽ എപ്പോഴും വെലോസിറ്റി എന്തായിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഓക്കെ, എന്നാലും നോക്കൂ, അടുത്ത് നോക്കൂ, ലാമിനാർ ഫ്ലോ ആണ്. ലാമിനാർ ഫ്ലോ സ്ട്രീം ലൈനിൻ്റെ മറ്റൊരു പാർട്ടാണ്. സ്ട്രീം ലൈൻ ഫ്ലോ ഞാൻ പറഞ്ഞു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫ്ലോ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ലാമിനാർ ഫ്ലോ. ലാമിന എന്ന് പറഞ്ഞാൽ തന്നെ തിൻ ഷീറ്റ് എന്നാണ്. വളരെ നേരിയ തിൻ ഷീറ്റായിട്ട്. അപ്പോൾ നോക്കൂ, ഒരുപാട് ലെയറുകളായിട്ട് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകാം. മറ്റേ സ്ട്രീം ലൈനാണ്, ഇത് ലെയറുകൾ. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ക്രിട്ടിക്കൽ വെലോസിറ്റിൻ്റെ താഴെയാണെങ്കിൽ ഇത് നടക്കുള്ളൂ. വെൻ ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഓഫ് എ ലിക്വിഡ് ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി, ലിക്വിഡ് ഫ്ലോസ് സ്റ്റഡിലി, വളരെ സ്റ്റഡി ആയിട്ട് അത് ഫ്ലോ ചെയ്യും. ഈച്ച് ലെയർ ഓഫ് ദ ലിക്വിഡ് സ്ലൈഡ്സ് ഓവർ ദ അതർ ലെയർ. ഒരു ലെയർ ഇങ്ങനെ പോവുക, അതിൻ്റെ മേലെ കൂടെ വേറെ ലെയർ, ഇങ്ങനെ ലെയർ ആയിട്ടാണ് പോവുക. ലെയറായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടല്ല, ആ ഒരു പാറ്റേണിലാണ്. ഒരു ലെയർ മറ്റിൻ്റെ മുകളിലൂടെ സ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേണിലാണ് പോവുക എന്നർത്ഥം. ഇറ്റ് ബിഹേവ്സ് ആസ് ഇഫ് ഡിഫറെൻറ്റ് ലാമിന ആർ സ്ലൈഡിങ് ഓവർ വൺ അനദർ. സച്ച് ഫ്ലോ ഈസ് കോൾഡ് ലാമിനാർ ഫ്ലോ. ഇപ്പോൾ കനാലിലൂടെ പോകുന്നത്, തോട്ടിലൂടെ പോകുന്നതിന് നമുക്ക് സ്ട്രീം ലൈൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഡിസിപ്ലിനായിട്ട് പോകണമെങ്കിൽ അവിടെ ലെയറായിട്ടാണ് പോവുക അല്ലേ. വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന കേസിൽ അവിടെ നമ്മൾ ലാമിനാർ ഫ്ലോ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോൻ്റെ ലെയർ രൂപമാണ്, ലാമിന രൂപമാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ,
ഇനി നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുമ്പോൾ ഇത് വെറും ഒരു നമ്പറാണ് ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതിയോ? അങ്ങനെ പോരാ. എന്താ റെയ്നോൾഡ്സ് നമ്പർ? നോക്കൂ, ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് പാരാമീറ്റർ. എന്ന് വെച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. പക്ഷേ ആ ഇക്വേഷനിൽ നിങ്ങൾ ഡയമെൻഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമെൻഷൻലെസ് ആയിട്ടാണ് കിട്ടുക. എന്തതിൻ്റെ പ്രത്യേകത ഉണ്ട്? ഹൂസ് വാല്യൂ ഡിസൈഡ്സ് ദ നേച്ചർ ഓഫ് ദ ഫ്ലോ. അങ്ങനെ കിട്ടുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തിയാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടെർബുലൻ്റ് ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? നേച്ചർ ഓഫ് ദ ഫ്ലോ ഓഫ് എ ലിക്വിഡ് ത്രൂ എ പൈപ്പ്. ഇനി ആ നമ്പർ നോക്കൂ, ഇതാണ് ആ നമ്പറിൻ്റെ ഇക്വേഷൻ. RE റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ റോ വി ഡി ബൈ ഈറ്റ. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. വി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വെലോസിറ്റി. ഡി ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്, ആ പൈപ്പിൻ്റെ ഡയമീറ്റർ. ആൻഡ് ഈറ്റ തൽക്കാലം ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈറ്റനയിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. കോയഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് ഈറ്റ നമ്മൾ പറയാം. കോയഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ. അപ്പോൾ ഈറ്റ എന്താണെന്നും ഈറ്റൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമ്മളിപ്പോൾ നടത്താൻ പോകുന്നുള്ളൂ. നമുക്ക് ഇനി വരാനിരിക്കുന്ന അടുത്ത ക്ലാസ്സിലല്ല, പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിസ്കോസിറ്റിയെ കുറിച്ച് പഠിക്കും. അവിടെയാണ് നമ്മൾ ഈറ്റനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഈ റെയ്നോൾഡ്സ് നമ്പർ ഇവിടെ തന്നെ പറഞ്ഞു പോവേണ്ടതായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. മാത്രമല്ല, ഞാനിത് ഡയമെൻഷൻലെസ് ആണെന്നൊന്നും ഞാൻ ഇപ്പോൾ പ്രൂവ് ചെയ്യില്ല. കാരണം ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈറ്റൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയണം. സ്വാഭാവികമായിട്ടും നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല ഫോർ വിസ്കോസിറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈറ്റൻ്റെ ഡയമെൻഷൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം, റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഈക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഡയമെൻഷൻലെസ് ആണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. ഇനി നോക്കൂ, ഇമ്പോർട്ടൻസ് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ. എക്സാമിന് സാധാരണ ചോദിക്കാറില്ല, പക്ഷെ നമ്മളെ സിലബസിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയൽ നിർബന്ധമാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ഈ പാർട്ടിനെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ താഴേക്ക് ഞാനൊരു കാര്യം ഈ ഭാഗത്തിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഭാഗം ഇമ്പോർട്ടൻ്റാണ്. എന്താ ഇമ്പോർട്ടൻസ്? അങ്ങനെ കിട്ടുന്ന നമുക്ക് വാല്യൂ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സ്ട്രീം ലൈൻ ഓർ ലാമിനാറിന് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ എന്താ? ലെസ് ദാൻ 1000. 1000-ന് താഴെ റെയ്നോൾഡ്സ് നമ്പർ വരികയാണെങ്കിൽ ആ ഫ്ലോ എന്തായിരിക്കും? ഒന്നുകിൽ സ്ട്രീം ലൈൻ ആയിരിക്കും, അതല്ല ലെയർ ആയിട്ടാണ് പോകണമെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 2000 ആണ് പിന്നെ ആലോചിക്കാല്ലേ, അതെന്താ? ടെർബുലൻ്റ് ആണ്. അപ്പോൾ ഇനി 1000-ന് 2000 ഇടയിൽ വന്നാൽ അപ്പോൾ അത് അൺസ്റ്റഡി ആയിരിക്കും. അതിനൊരു സ്റ്റേബിളായിട്ട് നമുക്ക് സ്ട്രീം ലൈൻ ആണെന്നോ ടെർബുലൻ്റ് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വിച്ച് ഓവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിർബന്ധമാണ്. ഞാനിതിൻ്റെ താഴേക്ക് പറയുന്ന കാര്യമാണ് സിലബസിലുള്ളതാണെങ്കിലും ബോർഡ് എക്സാമിന് സാധാരണ കാണാറില്ല, എൻട്രൻസ് എക്സാമിന് സാധാരണ അത് ചോദിക്കാറുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ വിസ്കോസിറ്റിയുടെ ഫോർമുല അറിയണം. പക്ഷേ സാരില്ല, അത് ഞാൻ പറയാം. R ഈസ് ഈക്വൽ റോ വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ എന്നാണല്ലോ. അപ്പോൾ R ഈസ് ഈക്വൽ ടു, ഞാൻ അതിനെ മാറ്റി നോക്കും, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്തായി? V² ആയി കേട്ടോ. ഇവിടെ V² ആയി. പിന്നെ ഇവിടെ ഈറ്റ വന്നു, V വന്നു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഒരു D വന്നിട്ട് ഇവിടെ ഒരു D മുകളിലായിരുന്നല്ലോ ഇവിടെ D ഉണ്ടായിരുന്നത് അല്ലേ? അത് ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ ഡീനെ എങ്ങോട്ട് എടുത്ത് നോക്ക്, D താഴേക്ക് വന്നു. അത് ശരിയാണോ? ഞാൻ എഴുതിയത് ശരിയാണോ? അല്ല, അവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ ഈ D എന്ന് പറയുന്നത് ഒരു ഞാൻ കറക്റ്റ് ചെയ്യാം, ബൈ D എന്നാണ് എഴുതേണ്ടത്. V/D, അപ്പോഴേ അത് ശരിയാവുള്ളൂ. വെയിറ്റ് ആയി. അതായത് V/D അപ്പോഴാണ് കറക്റ്റ് ആവുക. V/D. ഓക്കെ, അപ്പോൾ D മുകളിലേക്ക് തന്നെ എത്തും. അപ്പോൾ റോ V² ക്ലിയർ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഞാൻ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ A കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ A ഉണ്ട്, ഇവിടെ A ഉണ്ട്, ക്യാൻസൽ ചെയ്താൽ വീണ്ടും നമുക്ക് അവിടെ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്താണ് ഈ റിലേഷൻ സൂചിപ്പിക്കുന്നത് നോക്കുക. റോ A/V² ഡിവൈഡഡ് ബൈ ഈറ്റ A/VD എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കേൾക്കാൻ അത്ര രസം നിങ്ങൾക്ക് ഇപ്പോൾ തോന്നൂല. റെയ്നോൾഡ്സ് നമ്പർ റെപ്രസെൻറ്റ്സ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ്. കാണിക്കാം എന്താ സാധനം, ഐ വിൽ ഷോ യു. ഇനേർഷ്യൽ ഫോഴ്സ് ഡ്യൂ ടു ഇനേർഷ്യ, ദാറ്റ് ഈസ് മാസ് ഓഫ്
മൂവിങ് ഫ്ലൂയിഡ് ഓർ ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ഇൻ ഇറ്റ്സ് പാത്ത് ടു വിസ്കസ് ഫോഴ്സ്. ഈ ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ, ഇതിലെ ഡിനോമിനേറ്റർ നോക്കിയാൽ, അതായത് ഈറ്റ എ വി ബൈ ഡി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിസ്കസ് ഫോഴ്സ്. ന്യൂട്ടൺസ് ഫോർമുല ഫോർ വിസ്കസ് ഫോഴ്സ് ഈറ്റ എ വി ബൈ ഡി ആണ്. അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. നമുക്കൊരു സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? വിസ്കസ് ഫോഴ്സ് ആണ്. ന്യൂമറേറ്ററിലുള്ളതിനെയും നിങ്ങൾക്ക് ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം mLT⁻² എന്ന് കിട്ടും. അതാണ് ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് മുകളിലും ഫോഴ്സ് താഴെയും ഫോഴ്സാണ്. അങ്ങനെ ഡയമെൻഷൻലെസ് ആവുന്നത്. അപ്പോൾ റയനോൾഡ്സ് നമ്പറിനെ നിങ്ങൾക്ക് അങ്ങനെയും പറയാം. എന്ത്, വാട്ട് ഈസ് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് റയനോൾഡ്സ് നമ്പർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശരിക്കും പറയേണ്ടതാണ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ്. അപ്പോൾ ഇത് എക്സാമിന് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് പിന്നെ എൻട്രൻസിന് മാത്രമാണ് ഇത് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ബോർഡ് എക്സാമിന് ചോദിച്ചത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സിലബസിലുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പ്രത്യേകം അത് കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സംസാരിക്കാനുള്ളത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇത് വളരെ സിമ്പിളാണ്, അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻറ്റും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയാം. ഇത് നോക്കൂ, ഇവിടെ ഉള്ളത് ഇതൊരു പൈപ്പാണ്. ഈ പൈപ്പിൻ്റെ പ്രത്യേകത ഇത് നോൺ യൂണിഫോം ക്രോസ് സെക്ഷനാണ്. ഈ ഭാഗത്ത് ക്രോസ് സെക്ഷൻ സെയിം ആണെങ്കിലും ഇവിടെ വേറെ ക്രോസ് സെക്ഷനാണ്. അതുപോലൊപ്പം തന്നെ ഇതിനെ ഇങ്ങനെയും കാണിക്കാറുണ്ട്, ലൈക്ക് ദിസ്, നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ പൈപ്പ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിങ്ങനെ കൊടുത്തത്. അപ്പോൾ ത്രൂ ഔട്ട് നോൺ യൂണിഫോം ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ്. പക്ഷേ നമുക്ക് ഡെറിവേഷന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രൂപത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലിക്വിഡ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ ഭാഗത്ത് A1, ഈ ഭാഗത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2. മനസ്സിലായോ? ഇവിടുത്തെ സ്പീഡ് ഇതവിടെ കാണുന്നുണ്ടെങ്കിൽ V1 ആണ്. ഇവിടുത്തെ സ്പീഡ് V2 ആണ് സ്പീഡ്. ഇനി ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ∆T സമയം കൊണ്ട് ഇവിടെ ഉള്ള ഈ ലെയർ ഇവിടെ എത്തും. എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തുള്ള ലിക്വിഡാണ് ∆T സമയം കൊണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ V1 സ്പീഡിൽ ∆T സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുക? V1 ∆T ട്രാവൽ ചെയ്യും. അതേ സമയത്ത് ഇവിടെ ഉള്ളവർ എത്ര ട്രാവൽ ചെയ്യുക? V2 ∆T. ഇവിടുത്തെ സ്പീഡ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഡിഫറൻറ്റ് ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം നോക്കൂ. മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ്, മാസ് ഓഫ് ഫ്ലൂയിഡ് ദാറ്റ് ഫ്ലോസ് ത്രൂ സെക്ഷൻ എ ഇൻ ടൈം ∆T. എത്ര മാസാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്? ആ മാസിൻ്റെ ഇക്വേഷൻ നോക്കും. മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ നോക്ക്, ഇവിടെ ഇത്രയും വോളിയത്തിലുള്ളതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ വോളിയത്തിന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് എന്നല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? A1 ഇൻറ്റു ലെങ്ത് എന്താണ്? V1 ∆T. അത് നോക്കൂ, ഇതാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാണ് A1 ശരിക്ക് ρ1. പക്ഷേ ρ1 ഒരേ ലിക്വിഡാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഡെൻസിറ്റിയിൽ മാറ്റം വരില്ല. അപ്പോൾ ρ1 എന്ന് നമ്മളിവിടെ എഴുതി അവസാനം ഈക്വൽ ആണെന്ന് പറഞ്ഞാലും മതി. ഞാൻ ഇവിടെ നേരിട്ട് തന്നെ പറയുകയാണ് A1 ρ V1 ∆T. അതോടൊപ്പം തന്നെ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതേ സമയം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മാസ് എത്ര? എഗെയിൻ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇവിടെയും ഡെൻസിറ്റി എന്താ? അത് റോ തന്നെയാണ്. അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2. അപ്പോൾ A2 ρ V2 ∆T. മനസ്സിലായോ? അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി മാസ് കൺസർവേഷൻ നമ്മളോട് പറയുന്നത്, മാസിനെ നമുക്ക് പുതിയത് ഉണ്ടാക്കാനും കഴിയില്ല, ഉള്ളത് അങ്ങോട്ട് നശിപ്പിക്കാനും കഴിയില്ല. അപ്പോൾ ഇവിടുന്ന് എത്ര മാസാണോ ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്, അത്രയും മാസ് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും മാറ്റേണ്ടതുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഈ M1ഉം ഈ M2 എന്താവണം? ഈക്വൽ ആണ്. അത് ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? A1 ρ V1 ∆T ദാറ്റ് ഈസ് ഈക്വൽ ടു A2 ρ V2 ∆T. ∆T അപ്പുറത്ത് നമ്മൾ ക്യാൻസൽ ചെയ്തു, റോ ക്യാൻസൽ ചെയ്തു. ബാക്കി ആരുള്ളത്? A1 V1 ഈക്വൽ ടു A2 V2 ഓർ ഇതിൻ്റെ അർത്ഥം എന്താ? ഇനി ഇപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച പോലെ നമ്മുടെ നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ പൈപ്പ് നോക്കൂ, ഇങ്ങനെയാണ് എഴുതുക. ത്രൂ ഔട്ട് മാറിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഇതിന് ഒരുപാട് ഇല്ലേ, ഓരോ സ്ഥലത്തും ഓരോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെൻ്റ് ആണ്, ഇവിടെ ഡിഫറെൻ്റ് ആണ്, ഇവിടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇവിടുത്തത് A1, ഇവിടെ A2, ഇവിടെ A3, ഇവിടെ A4, A5 ആണെന്ന് കരുതിക്കോളൂ. അപ്പോൾ ഓരോ സ്ഥലത്തെയും വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ എന്താ അറിയാം, A1 V1 ഈക്വൽ ടു A2 V2 എന്ന് പറഞ്ഞാൽ ഇതിവിടെ മാത്രമല്ല, അത് ത്രൂ ഔട്ട് പറയാം. A1 V1 ഈക്വൽ ടു A2 V2 ഈക്വൽ ടു A3 V3 ഈക്വൽ ടു A4 V4 ഈക്വൽ ടു A5 V5 ആണ്. ഓർ ഇൻ ജനറൽ വാട്ട് യു ക്യാൻ സേ AV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. എന്താണ് AV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എവിടെ നിങ്ങളൊരു ഏരിയ എടുത്തോ ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അവിടുത്തെ വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും കിട്ടുക. ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മളോട് പറയുന്നത് നോൺ വിസ്കസ് എന്ന് വെച്ചാൽ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഡെൻസിറ്റിയിൽ മാറ്റമില്ലാതെ അവിടെ പറ്റി പിടിക്കാതെ നേരെ പോകുന്ന നോൺ വിസ്കസ് ഫ്ലൂയിഡ്. അങ്ങനെ ഒരു ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോയിലാണെങ്കിൽ അവിടെ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി ഇത് ഞാനിതിൻ്റെ ഒരു അപ്ലിക്കേഷൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് തന്നെ തോന്നി നമ്മൾ എന്തിനാ അതൊക്കെ പഠിക്കണമെന്നുള്ളത്. അതിനൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു സിമ്പിൾ അപ്ലിക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്കൊരു അത്ഭുതകരമായ കാര്യമേ അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ വീട്ടിൽ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് യൂസ് ചെയ്യില്ലേ അല്ലേ, വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഹോസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ പൈപ്പ് യൂസ് ചെയ്യും. ആ പൈപ്പ് യൂസ് ചെയ്തിട്ട് പൈപ്പിന് നീളം കുറവാണ്, നമ്മുടെ ചെടി കുറച്ച് ദൂരെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താ ചെയ്യുക, നമ്മൾ ഇവിടെ നിന്ന് പിടിച്ചൊന്ന് അമർത്തൂല്ലേ, അതിൻ്റെ മൗത്ത് പിടിച്ചിട്ടൊന്ന് അമർത്തും. നമ്മൾ അമർത്തുന്ന സമയത്ത് ശരിക്കും നമ്മൾ ചെയ്യണം എന്താ, ഇത്ര ഉണ്ടായിരുന്ന മൗത്തിനെ നമ്മൾ അമർത്തിയോടുകൂടി അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ നോക്കൂ, ആരാ കുറഞ്ഞത്, എ കുറഞ്ഞു. എ കുറഞ്ഞാൽ ഇവിടെ കോൺസ്റ്റൻറ്റ് കിട്ടണമെങ്കിൽ ഈ വി കൂടിയാലല്ലേ ഈ ഭാഗം കോൺസ്റ്റൻ്റ് ആവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഏരിയ നമ്മൾ കുറക്കുന്നതോടുകൂടി വെലോസിറ്റി ഇവിടെ കൂടി. അപ്പോൾ വെലോസിറ്റി കൂടുക. അപ്പോൾ വെലോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറക്കുക. അതിനാണ് നമ്മൾ പൈപ്പിൻ്റെ അറ്റം പിടിച്ചിട്ട് നമ്മൾ അമർത്തുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ആ ബെർണോളിസ് പ്രിൻസിപ്പിളാണ് യഥാർത്ഥത്തിൽ ഇനി നമുക്ക് തുടങ്ങാനുള്ളത്. അത് ഡെറിവേഷനൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ഈ ക്ലാസ്സിൽ തുടങ്ങുന്നില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് തുടങ്ങുന്നുള്ളൂ. പക്ഷേ അത് തുടങ്ങാൻ വേണ്ട ചില സാധനങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് ഉണ്ടാക്കി വെക്കണം. അതാണ് ഞാൻ അടുത്ത് പറഞ്ഞത്. അതോടുകൂടി ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. എന്താണത് നോക്കൂ. എനർജീസ് പൊസസ്ഡ് ബൈ എ ഫ്ലോയിങ് ഫ്ലൂയിഡ്. ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് ഏതൊക്കെ ടൈപ്പ് എനർജി ഉള്ളത്? 3 ടൈപ്പ് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അത് രണ്ടും നമുക്ക് പരിചയമുള്ളതാണ്. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നത് പ്രഷർ എനർജി. ഓരോന്നിനെയും പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കാം, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. ഓവർടേക്ക് ചെയ്യേണ്ട, എൻ്റെ കൂടെ വരും കേട്ടോ. എന്താ കൈനറ്റിക് എനർജി? നമുക്കറിയാം, എനർജി പൊസസ്ഡ് ബൈ ലിക്വിഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. ഈ ഇക്വേഷൻ നമുക്ക് പരിചയമുള്ളതാണ്. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എം മാസ് വി വെലോസിറ്റിയിൽ പോകുമ്പോൾ കൈനറ്റിക് എനർജി ½ mv², വെർ എം ഇസ് ദ മാസ് ഓഫ് ദി ലിക്വിഡ് ആൻഡ് വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്താ പറഞ്ഞത്, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് ദി ലിക്വിഡ്. എം മാസിൻ്റെ കൈനറ്റിക് എനർജിയാണ് മുകളിൽ കണ്ടത്. അപ്പോൾ യൂണിറ്റ് മാസിൻ്റെ കിട്ടണമെങ്കിലോ എന്താ ചെയ്യേണ്ടത്, ½ mv² ഡിവൈഡഡ് ബൈ എം. അപ്പോൾ എം ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക, ½ v² കിട്ടി. ½ v². ആവശ്യമുള്ളതാണ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ടാക്കണ്ട. ഇതറിയുന്ന ഒരാൾക്ക് ഇത് പറയാൻ വല്ല പ്രയാസമുണ്ടോ? അടുത്ത് നോക്കൂ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² ഡിവൈഡഡ് ബൈ വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg. അതിനൊരു സ്പെഷ്യൽ പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്താണത്, വെലോസിറ്റി ഹെഡ് എന്നാണ്. വെലോസിറ്റി ഹെഡ്. അപ്പോൾ എന്താ വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ എം ക്യാൻസൽ ചെയ്യും. പിന്നെ ബാക്കി ആരുണ്ടാവുക, ½ v² ഡിവൈഡഡ് ബൈ g. അതല്ലേ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതാണ് വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ ½ v² ബൈ ഹെഡ്. ഒക്കെ ആവശ്യമുള്ളതാണ്. അടുത്ത് നമുക്ക് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അതാരാ, ½ mv² ഡിവൈഡഡ് ബൈ വോളിയം v. ഇത് വെലോസിറ്റിൻ്റെ v ആണ്, മേലെ ഡിനോമിനേറ്ററിൽ വോളിയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഇവിടെ മാസ് ബൈ വോളിയം ആണുള്ളത്. അപ്പോൾ ഇതെന്താ, എം ബൈ വിനെ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യുക, റോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക, ½ ρv². ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം.
ഒന്നും മനസ്സിലാവാത്തതില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഭാഗത്ത് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, സിമ്പിൾ തന്നെയാണത്. അടുത്ത് നോക്കൂ, പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ചാണ്. പൊട്ടൻഷ്യൽ എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ എബവ് ദ എർത്ത് സർഫസ്, അതിനാണ് പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ എനർജി MgH. ഇനി നേരത്തെ അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, MgH ഡിവൈഡഡ് ബൈ M ക്യാൻസൽ ചെയ്താൽ GH. അടുത്ത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയ്റ്റിൻ്റെ പേരാണ് പൊട്ടൻഷ്യൽ ഹെഡ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഹെഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ പെർ യൂണിറ്റ് വെയിറ്റ്, അപ്പോൾ എങ്ങനെ എഴുതുക, MgH ഡിവൈഡഡ് ബൈ വെയിറ്റ് ആരാ Mg ക്യാൻസൽ ചെയ്താൽ H. ആ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു H ആണ്. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, അപ്പോൾ MgH ഡിവൈഡ് ബൈ വോളിയം. M/V എന്ന് പറഞ്ഞാൽ ആരാണ്, റോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, റോ GH എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. മൂന്നാമത്തതും കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതാരാണ്, പ്രഷർ ഹെഡാണ്. പ്രഷർ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ ഇനി പ്രഷർ എനർജിയും കൂടി അറിഞ്ഞാൽ മതി. ദ എനർജി പൊസസ്ഡ് ബൈ എ ലിക്വിഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പ്രഷർ ഈസ് കോൾഡ് പ്രഷർ എനർജി. അപ്പോൾ പ്രഷർ കൊണ്ട് എനർജി അതെങ്ങനെ നോക്കാം നമുക്ക്. അതിന് എനർജി ഉണ്ടോ, എ ലിക്വിഡ് അണ്ടർ പ്രഷർ ക്യാൻ ഡു വർക്ക്, സോ ഇറ്റ്സ് പൊസസ് എനർജി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുക, ഇവിടെ ഈ ഒരു ബീക്കർ, ആ ബീക്കറിൽ നോക്കി ഇവിടെ ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു പിസ്റ്റണാണ് കേട്ടോ, ഇതൊരു പിസ്റ്റണാണ്. ആ പിസ്റ്റൺ ഇതിങ്ങനെ ടൈറ്റാക്കി ഇവിടെ നിൽക്കുക. പിസ്റ്റൺ നോക്കുക, ആദ്യം ഇനീഷ്യലി അത് ഇവിടെ ആയിരുന്നു. ഇവിടെയുള്ള പിസ്റ്റണിൽ ഈ ലിക്വിഡ് നോക്കൂ, ഇവിടെ അങ്ങോട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട്, എന്നിട്ട് ആ പ്രഷർ കൊണ്ട് ഇവിടെയുള്ള പിസ്റ്റൺ നീങ്ങി ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഈ പ്രഷറിന് നോക്കൂ, ഇവിടെ ലിക്വിഡിൻ്റെ പ്രഷറിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കാരണം ഇവിടെ ഉള്ളതിനെ ഇങ്ങോട്ട് എത്തിച്ചല്ലോ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എനർജി. എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താ, ഇറ്റ് ഈസ് ദ എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നാണ്. അപ്പോൾ ഇവിടെ പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചത്, ഒരു ലിക്വിഡ് അതിനുള്ള പ്രഷർ കൊണ്ട് വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വർക്ക് ഡൺ ആണല്ലോ എനർജി എന്ന് പറയുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ എന്താ, എനർജി ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എനർജി കിട്ടുന്നു. നമ്മൾ ഓടുന്നു ചാടുന്നു, അപ്പോൾ നമ്മൾ എനർജിനെ പെർഫോം ചെയ്യാം. അപ്പോൾ എനർജിയുടെ വിസിബിൾ ഫോം അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ആണെന്ത്, വർക്ക്. സ്റ്റോർ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അതിന് പറഞ്ഞ പേരാണെന്ത്, എനർജി. മനസ്സിലായോ? അപ്പോൾ ഇവിടെയുള്ള ഈ എനർജി മൂലമാണ് ഇവിടെയുള്ള പിസ്റ്റൺ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഫോഴ്സ് ആരാ, പ്രഷർ. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ, P=F ഡിവൈഡഡ് ബൈ A. ആ എക്കാണ് ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് സ്മോൾ എന്ന് കൊടുത്തത്, അവിടെ സ്മോൾ എ. അപ്പോൾ F ആരാ, P×A. അപ്പോൾ ഫോഴ്സ് പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. പ്രഷർ P അല്ലേ, ഏരിയ A, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. അപ്പോൾ PAX. പക്ഷേ AXനെ ബ്രാക്കറ്റിലിടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്ത്, അതെന്താ, വോളിയാണ്. അപ്പോൾ PV. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ PV ആണ്, പ്രഷർ ഇൻറ്റു വോളിയം. വർക്ക് ഡൺ ആണല്ലോ നമ്മുടെ എനർജി എന്ന് പറയുന്നത് അല്ലേ, വർക്ക് ഡൺ ആണ് നമ്മുടെ എനർജി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാം, ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് ദ പ്രഷർ എനർജി ഓഫ് ലിക്വിഡ് ഓഫ് വോളിയം V. അപ്പോൾ V വോളിയമുള്ള ലിക്വിഡിൻ്റെ പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, P×V. ആ P×V ആണ്. ഒന്നുകൂടെ, V വോളിയമുള്ള ലിക്വിഡിൻ്റെ പ്രഷർ എനർജി എത്ര, PV. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് PV. ഇനി നമുക്ക് നേരത്തെ പോലെ ആ കാര്യങ്ങൾ പറയാം. എന്ത്, പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. ഇതാ അടുത്ത് നോക്കൂ. അപ്പോൾ പ്രഷർ എനർജി ഓഫ് വോളിയം V ആരാണ്, PV. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, അപ്പോൾ PV/V, VV ക്യാൻസൽ ചെയ്തു, PT. പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്, അപ്പോൾ PV/M. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ M/V അല്ല, V/M ആണ്. അപ്പോൾ 1/ρ, അപ്പോൾ P/ρ എന്ന് കിട്ടി അല്ലേ. കാരണം റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്, ഇവിടെ ഉള്ളത് വോളിയം ബൈ മാസ് ആണ്. അപ്പോൾ 1/ρ, P/ρ. അടുത്ത പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്, പേരെന്താണ്, പ്രഷർ ഹെഡ് അല്ലേ, പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ PV ഡിവൈഡഡ് ബൈ mg. നേരത്തെ പോലെ ഇതാരാ, ഇത് 1/ρ. അപ്പോൾ P ഡിവൈഡഡ് ബൈ ρg, P ഡിവൈഡഡ് ബൈ ρg. പ്രഷർ ഹെഡും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നൗ വി ആർ സേഫ് ടു സ്റ്റാർട്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ, ബട്ട് നോട്ട് ടുഡേ. ഇപ്പോഴല്ല, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ
പഠിച്ച് അതിൻ്റെ ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, രണ്ട് ദ എനർജീസ് പൊസസ്ഡ് ബൈ ഫ്ലോയിങ് ലിക്വിഡ്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എനർജി, അതിൻ്റെ ഓരോന്നും പെർ യൂണിറ്റ് പോലും ഹെഡുകളും ഒക്കെ പഠിക്കുക, മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് വേണം നമുക്ക് സേഫായിട്ട് ആരെ സ്റ്റാർട്ട് ചെയ്യാൻ, ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റാർട്ട് ചെയ്യാൻ. ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈസ് വെരി ബ്യൂട്ടിഫുൾ, വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മളെ ഡെയിലി ലൈഫായിട്ട് അത്രയും ക്ലോസ്ലി റിലേറ്റ് ചെയ്ത കാര്യമാണ്. ഓക്കെ അല്ലേ? നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.